അപ്പൊ ഏതായാലും ഇന്ന് അതിനെ പറ്റി സംസാരിക്കാതെ പോകുന്നത് ശരിയല്ല. കാരണം ഇന്ന് നമുക്കറിയാം, ഒരു ചികിത്സയിലേക്ക് പോകേണ്ട സാഹചര്യം വന്നാൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ചികിത്സ നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റുകളെ, മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഏറ്റവും വലിയ ഒരു മെഷീനറി. ആ മെഷീനറി തന്നെ പുറമെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ആ മെഷീനറി സെറ്റ് ചെയ്ത് വെച്ച മെഷീനറി നമ്മൾ കാണാറുണ്ട്. അവിടേക്ക് ഇഷ്ടംപോലെ ആളുകൾ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ മെഷീനറി സെന്ററിന്റെ പേരാണ് ഡയാലിസിസ് സെന്റർ. ഡയാലിസിസ് സെന്ററുകൾ ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഡയാലിസിസ് സെന്ററുകൾ പെരുകേണ്ട സാഹചര്യം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ ഡയാലിസിസ് യൂണിറ്റ് ആയി പ്രവർത്തിക്കുന്ന വെറും 2 ചെറിയ അവയവങ്ങൾ, അതിലൊന്ന് മാത്രമേ ഒരു സമയത്ത് വർക്ക് ചെയ്യുള്ളൂ. ആ ഒന്ന് ഡാമേജ് ആകുന്ന സമയത്ത് മാത്രം എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി രണ്ടാമത് ഒന്ന് ദൈവം നമുക്ക് സജ്ജമാക്കി തന്നിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അങ്ങനെ, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നിന്നും അങ്ങനെ ഒരു ആവശ്യം ദൈവം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ഉപയോഗം വന്നിട്ടില്ല. പക്ഷെ ഇന്നാണ് മനുഷ്യൻ തീരെ മോശപ്പെട്ട രീതിയിലേക്ക് ഭക്ഷണശൈലിയിലും ജീവിതശൈലിയിലും ഒക്കെ കംപ്ലീറ്റ് അടിമുടി മാറ്റം വരുത്തി മനുഷ്യൻ എങ്ങനെ തലതിരിഞ്ഞു പോയാലും അങ്ങനെ ആകുന്ന സമയത്ത് പോലും ഒന്ന് സ്പെയർ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ പോലും നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഭക്ഷണശീലവും ജീവിതശൈലിയൊക്കെ നമ്മൾ വെച്ച് പുലർത്തുന്നതിന്റെ ഭാഗമായി ഇന്ന് ഏകദേശം എല്ലാ ആളുകളുടെയും ആ ഡയാലിസിസ് യൂണിറ്റ്, അതായത് നമ്മുടെ ശരീരത്തിൽ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള കിഡ്നി എന്ന് പറയുന്ന ഓർഗൻ ഡാമേജ് ആയി പോകാറുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ഇന്ന് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായവും നമ്മളെ കിഡ്നിയുമായി ബന്ധപ്പെട്ടാണ് കൂടുതലും വരാറുള്ളത്. അപ്പോ നമ്മുടെ ശരീരത്തിലുള്ള ഡയാലിസിസ് യൂണിറ്റ്, അതായത് നമ്മളെ വേസ്റ്റ് മാനേജ്മെന്റ് യൂണിറ്റ്, അത് നന്നായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, അതിനെന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ എക്സ്പെൻസ് വളരെ വലുതാണ്. മാത്രവുമല്ല, ഇങ്ങനെയുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ആ ഓർഗൻ മാറ്റി വെച്ച് കഴിഞ്ഞാലും നമ്മുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് പിന്നീട് അങ്ങോട്ട് 10 വർഷമാണ് മാക്സിമം പറയുന്നത്. ചില ആളുകൾക്കൊക്കെ കുറച്ചുകൂടെ നിന്നുവേക്കാം. പിന്നീട് നമ്മുടെ ജീവിതം നേരത്തെ എങ്ങനെയൊക്കെ അടിച്ചു പൊളിച്ച് ജീവിച്ചോ അതിനടുത്തേക്ക് പോകാൻ കഴിയില്ല. കൃത്യമായ ഒരു മാർഗനിർദ്ദേശം നമ്മുടെ ജീവിതത്തിലേക്ക് ഡോക്ടേഴ്സ് തരും. കൃത്യമായ മെഡിസിൻസ് നമ്മൾ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ, അതോടൊപ്പം തന്നെ അത്രയൊക്കെ പേടിക്കാത്ത എന്നാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന മറ്റൊരവസ്ഥയാണ് കിഡ്നി സ്റ്റോൺ, അല്ലെങ്കിൽ നമ്മളെ മൂത്രക്കല്ല് എന്നൊക്കെ പറയുന്ന പ്രശ്നം. മൂത്രനാളിയിലും അതേപോലെ തന്നെ കിഡ്നിക്കകത്തും അതേപോലെ തന്നെ കിഡ്നിയിൽ നിന്ന് മൂത്രസഞ്ചിയിലേക്ക് വരുന്ന കുഴലിലൊക്കെ ഈ കല്ലുകൾ അടിഞ്ഞുകൂടി അസഹനീയമായിട്ടുള്ള വേദനയൊക്കെ ഉണ്ടാകുന്നതിന്റെ കാരണമൊക്കെ നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ്. വിരുദ്ധാഹാരങ്ങൾ നമ്മൾ ഇഷ്ടം പോലെ കഴിക്കും. ഈ മാസം ഞാൻ നോക്കിയ പല സ്ഥലത്തും ഇഷ്ടം പോലെ മാവ് പൂത്ത് കിടക്കുന്നുണ്ട്. ഇനി മാങ്ങയുടെ സീസൺ വരാൻ പോവുകയാണ്. ആളുകൾ മാങ്ങയൊക്കെ പണ്ട് തൊലി ചെത്തി കുരുമുളകും ഉപ്പും ഇട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കഴിക്കുന്നത് മാംഗോ ഷേക്ക് ആണ്. പാലും മാങ്ങയും ഏറ്റവും വലിയ വിരുദ്ധാഹാരമാണ്. പക്ഷെ നമുക്ക് ടേസ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യും. സ്വാഭാവികമായും ഈ പറയുന്ന കാൽസ്യവും അതേപോലെ തന്നെ കാൽസ്യമാണ് പാല്. ആസിഡുകൾ, മാങ്ങയിലൊക്കെ ഉണ്ടാകുന്ന ആസിഡുകളൊക്കെ ചേർന്ന് കാൽസ്യം ഓക്സലേറ്റുകളായി രൂപപ്പെടുകയും കാൽസ്യം പരലുകളായി രൂപപ്പെടുകയും അതിന്റെ ഭാഗമായി കിഡ്നി സ്റ്റോൺ ഒക്കെ വരുന്നത് ഇന്ന് സർവ്വസാധാരണമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ മറികടക്കാൻ നമ്മുടെ കമ്പനി നമുക്ക് നല്ല ഒരു പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. ഇതിനെപ്പറ്റി പറയാതെ പോകുന്നത് ശരിയല്ല. അത് മാത്രമല്ല, നമ്മുടെ കിഡ്നി ഒരുപാട് അരിപ്പകളാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, കിഡ്നി അരിപ്പയായിട്ടല്ല. കിഡ്നി എന്ന് പറയുന്നത് നമ്മൾ ചില വീട്ടിലൊക്കെ ചായ കൊടുക്കുന്ന സമയത്ത് ചായ ഒക്കെ ചൂടാക്കി നേരെ അരിപ്പയിൽ ഒഴിച്ച് അതിന്റെ എന്താ പറയുക, ചായ പിണ്ടി എന്നൊക്കെ അറിയാലോ, അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അതേപോലെ മൂത്രം വരുന്ന സമയത്ത് അതിനകത്ത് ഒരു വേസ്റ്റും നമുക്ക് കാണാൻ പറ്റില്ല, നല്ല ക്ലിയർ ആയിരിക്കും. ഇനി ചില ആൾക്ക് ഒരു മഞ്ഞ കളറൊക്കെ ഉണ്ടാവും, അല്ലാതെ മറ്റുള്ള പൊടിപടലങ്ങളൊന്നും അതിൽ കൂടെ വരുന്നത് കണ്ടിട്ടില്ല. അത്രയും നന്നായി ഫിൽട്ടർ ചെയ്തിട്ടാണ് അതിൽ കൂടെ വരുന്നത്. ആ ഫിൽട്ടർ യൂണിറ്റിന്, ആ ഫിൽട്ടറിന്റെ അരിപ്പകൾ അടഞ്ഞു പോകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതാണ് കിഡ്നി ഡാമേജ് എന്ന് പറയുന്നത്. അതിനെ അരിപ്പകളെ, മൈന്യൂട്ടായിട്ടുള്ള ആ അരിപ്പകളെ സംരക്ഷിക്കുക, അവിടെ എന്തെങ്കിലും മാലിന്യങ്ങൾ അഡീഷണൽ ആയിട്ട് അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക എന്നിങ്ങനെയുള്ള ഒരുപാട് ഉദ്ദേശമുള്ള 2 പ്രൊഡക്റ്റുകളാണ് യൂറിഫ്ലഷ് 3 എന്ന് പറയുന്ന ടാബ്ലറ്റും യൂറിഫ്ലഷ് 3 എന്ന് പറയുന്ന സിറപ്പും. രണ്ടും രണ്ടാണ്, രണ്ടും ഒന്നല്ല. പറഞ്ഞു വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടിന്റെ ഉദ്ദേശം 2 തന്നെയാണ്.
യഥാർത്ഥത്തിൽ കിഡ്നി സ്റ്റോണുകളെ അടിച്ച് പൊട്ടിച്ച് കളയാൻ ഏറ്റവും നല്ലത് യൂറിഫ്ലഷ് ടാബ്ലറ്റ് ആണ്. അതേസമയത്ത് കിഡ്നി ഫങ്ഷൻസ് ഒക്കെ പെർഫെക്റ്റ് ആക്കാനും കിഡ്നിയെ സംരക്ഷിച്ചു നിർത്താനും നല്ലത് കിഡ്നി എന്താ പറയാ നമ്മുടെ കുറച്ചുകൂടെ നല്ലത് യൂറിഫ്ലഷ് 3 എന്ന് പറയുന്ന ലിക്വിഡാണ്. ഇപ്പോൾ നമ്മൾ പല സമയത്തും കിഡ്നി സ്റ്റോൺ ഒക്കെ ഉള്ള ആളുകൾക്ക് രണ്ടും കൂടെ സജസ്റ്റ് ചെയ്യാറുണ്ട്. ചില ആൾ ചോദിക്കും, അല്ല സാർ അതിന് രണ്ടും കൂടെ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ പറയും രണ്ടും കൊടുത്തോ എന്ന് പറയാറുണ്ട്. അതിന്റെ കാരണം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. അപ്പോ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന പ്രൊഡക്റ്റ് ഒന്ന് യൂറിഫ്ലഷ് എന്ന് പറയുന്ന ടാബ്ലറ്റിനെ കുറിച്ചാണ് ആദ്യം പറയാനുള്ളത്. കിഡ്നിയെ സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല വൃക്കകളെ സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ് ഇത്. സ്ഥിരമായി കഴിക്കണമെന്നുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല. പക്ഷേ വർഷത്തിൽ 1 മാസത്തെ കോഴ്സെങ്കിലും എല്ലാ ആളുകളും എടുത്തിരിക്കണം എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ എല്ലാ വർഷവും ഒരു എന്താ പറയാ കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ഉപയോഗിച്ചു, ഒരു 5-6 മാസത്തിന് ശേഷം ഒന്നുകൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നല്ല ഗ്യാപ്പിലാണ് ഞാനും ഉള്ളത്. ഇന്ന് ഇത് പറയുന്ന സമയത്ത് ഒന്ന് പൊട്ടിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. സാധാരണ രീതിക്ക് ഞാൻ ഡിസംബറിലാണ് അതിന്റെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കാറുള്ളത്. പക്ഷെ ഇപ്രാവശ്യം ഡിസംബറിൽ വിട്ടുപോയി. ആ സമയത്ത് കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു താളം ഒന്നങ്ങ് തെറ്റിപ്പോയിട്ടുണ്ട്. ഏതായാലും ഞാൻ ഇന്ന് അത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങളോട് പറയുന്ന അന്ന് തന്നെ ഞാനും അത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓൾറെഡി എന്റെ കയ്യിലുണ്ട്. അപ്പോൾ യൂറിഫ്ലഷ് 3 ടാബ്ലറ്റ് എന്താണ് അതിനകത്തുള്ള കണ്ടന്റുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രധാനമായും യൂറിക് ആസിഡ് ഫോം ചെയ്ത് ഉണ്ടാകുന്ന കല്ലുകളെ ഇല്ലാതാക്കാൻ. 3 തരത്തിലുള്ള സ്റ്റോണുകളാണ് ഉള്ളത്. ഒന്ന് കാൽസ്യം ഓക്സലേറ്റ്, കാൽസ്യം പരലുകൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടാകുന്ന കല്ലുകൾ. മറ്റൊന്ന് യൂറിക് ആസിഡുകൾ കുറഞ്ഞുകൂടി അത് ഒന്നിച്ചു ചേരുന്ന സമയത്തുണ്ടാകുന്ന അസിഡിക് ആയിട്ടുള്ള സ്റ്റോണുകൾ. മറ്റൊന്ന് സ്ട്രുവൈറ്റ് സ്റ്റോൺ എന്ന് പറഞ്ഞ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മൂത്രത്തിൽ എന്താ പറയാ യൂറിനറി ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട്, ശരീരത്തിൽ ഏതെങ്കിലും അണുബാധയൊക്കെ ആയിട്ട് വരുന്നതിന്റെ ഭാഗമായിട്ട് ഓട്ടോമാറ്റിക് രൂപപ്പെടുന്ന സ്ട്രുവൈറ്റ് എന്ന് പറയുന്ന ഓക്സലേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ്, അതും ഒരു കല്ലാണ്. ഈ 3 തരത്തിലുള്ള കല്ലാണ് ഏറ്റവും പ്രധാനമായും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കല്ലുകൾ. ആ കല്ലുകളൊക്കെ നശിപ്പിക്കാൻ കപ്പാസിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ്. കല്ലുകളൊക്കെ പൊടിച്ച് പുറത്തേക്ക് കളയാനും കിഡ്നിയെ നന്നായി ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. അതിൽ ഒന്നാമത്തെ പ്രൊഡക്റ്റ് യൂറിഫ്ലഷ് ടാബ്ലറ്റിൽ അടങ്ങിയിട്ടുള്ള കണ്ടന്റുകൾ എന്ന് പറയുന്നത് സുബാബ് പ്ലസ് പൗഡർ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ആണ്. അത് എല്ലാം കൂടെ ചേരുന്ന സമയത്താണ് സുബാബ് പ്ലസ് പൗഡർ എന്ന് പറയുന്നത്. അതില് നമുക്ക് അറിയാം, ഒന്ന് 3 തരത്തിലുള്ള ക്ഷാരം എന്ന് പറഞ്ഞാൽ ചാരം എന്ന് തന്നെ പറഞ്ഞു. ചാരം വെണ്ണിരുന്നൊക്കെ പറയല്ലോ, അത് തന്നെയാണ് ക്ഷാരം. അപ്പോ ആ ക്ഷാരം നേരിട്ട് കൊണ്ടുപോയി ചേർക്കുന്നതല്ല കേട്ടോ. അതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്, നമ്മുടെ കമ്പനി ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ ചാരങ്ങളെയൊക്കെ വെള്ളത്തിൽ കലർത്തി അത് അരിച്ചെടുക്കും. ആ ചാരത്തിന്റെ വെള്ളമാണ് അരിച്ചെടുക്കുന്നത്. അതിനെ ബാഷ്പീകരിച്ച് ആ ബാഷ്പത്തിൽ നിന്നുണ്ടാക്കുന്ന പാർട്ടിനെയാണ് ഇവിടെ ക്ഷാരമായിട്ട്, അതായത് ചെറിയ പൗഡർ രൂപത്തിൽ കിട്ടുന്ന അതിനെയാണ് ക്ഷാരം എന്ന് പറയുന്നത്. നേരെ വെണ്ണീര് കൊണ്ടുപോയി കലക്കുന്നതല്ല, അങ്ങനെ വിചാരിക്കണ്ട. അപ്പൊ അതിനകത്ത് ഒന്ന് കദളി ക്ഷാരം എന്ന് പറയുന്ന ഒരു ഘടകം അതിനകത്തുണ്ട്. കദളി ക്ഷാരം. അതേപോലെ തന്നെ യവക്ഷാരം എന്ന് പറയുന്നതുണ്ട്. അതേപോലെ തന്നെ അപമാർഗ ക്ഷാരം എന്ന് പറയുന്ന 3 തരത്തിലുള്ള ക്ഷാരമാണ് അതിനകത്തുള്ളത്. അത് യവക്ഷാരം എന്ന് പറഞ്ഞാൽ, യവം എന്ന് പറയുന്നത് പണ്ട് മുതലേ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ധാന്യമാണ്. ബാർലി എന്ന് പറയും. നമ്മൾ ചില ആൾ തമാശക്ക് പറയും ബാർലെ വെള്ളം എന്നൊക്കെ പറയും. ബാർലി ഏറ്റവും നല്ല ഭക്ഷണ പദാർത്ഥമാണ്. ബാർലിയെ കരിച്ച് കത്തിച്ച് കളഞ്ഞ് അതിന്റെ ക്ഷാരത്തിൽ നിന്ന് എടുക്കുന്ന പാർട്ടിനാണ് യവക്ഷാരം എന്ന് പറയുന്നത്, ബാർലി കൊണ്ടുണ്ടാക്കുന്നത്. മറ്റൊന്ന് അപമാർഗക്ഷാരം എന്ന് പറയുന്നത്, അതിന് പേര് ഞാൻ നോക്കിയതാണ്, എഴുതി വെച്ച് ചിർച്ചിത എന്നാണ്. അപ്പോ അതിന്റെ പേര് നമ്മളെ പ്രൊഡക്റ്റിന് മുകളിൽ ചിർച്ചിത എന്ന് വേണം. അത് അപമാർഗക്ഷാരം എന്ന് പറയും. നമ്മളെ കടലാടി എന്ന് പറയുന്ന ഒരു ചെടിയിനെ കത്തിച്ച് അതിന്റെ ക്ഷാരമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതിന്റെ അളവ് നമ്മൾ ഒരു ടാബ്ലറ്റിൽ, ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞു പോവാം, ഇതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിന്നോട്ടെ എന്ന് വെച്ചിട്ട് മാത്രമാണ് അതിനെപ്പറ്റി ഡീറ്റെയിൽ എഴുതി മാറ്റി വെച്ചത്. കടലാടിയുടെ ക്ഷാരം അത് 75 മില്ലിഗ്രാം ആണ് ഒരു ടാബ്ലറ്റിൽ അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബാർലിയുടെ ക്ഷാരം എന്ന് പറയുന്നത് 100 മില്ലിഗ്രാം ആണ് അത് അടങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള കദളി വാഴ ഉണ്ടല്ലോ, അതുകൊണ്ട് കദളി ക്ഷാരം, കദളി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ കദളി വാഴ തന്നെയാണ്. കദളി ക്ഷാരം എന്ന് പറയുന്ന ഘടകം അതിൻ്റെ അകത്തുണ്ട്. അത് 75 മില്ലിഗ്രാം ആണ്.
അതുപോലെ തന്നെ നമ്മളെ വരുണ എന്ന് പറയുന്ന കണ്ടന്റ് അത് കിഡ്നി സ്റ്റോണിനെയും പ്രോസ്റ്റേറ്റ് വീക്കത്തിനെയും ഒക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന, അതുപോലെ തന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ വരാതെ സംരക്ഷിക്കുന്ന ഏറ്റവും നല്ല ഒരു കണ്ടന്റ് ആണ്. അത് 250 മില്ലിഗ്രാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ പറയുന്ന കണ്ടന്റിനോടൊപ്പം അതിൽ പുനർനവ, നമുക്കറിയാം തഴുതാമ എന്ന് പറയുന്ന ഒരു ഘടകം, അത് 50 മില്ലിഗ്രാം അടങ്ങിയിട്ടുണ്ട്. അതായത് 550 മില്ലിഗ്രാം ഉള്ള ഔഷധ ഗുണങ്ങളുള്ള ചേരുവകളുടെ ഒരു കോമ്പിനേഷൻ നമ്മുടെ ഈ പ്രൊഡക്റ്റിൽ ഉണ്ട്. അപ്പോ നമുക്ക് ഈ പറഞ്ഞ ഈ സുബാ പൗഡർ കൊണ്ടുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ മൂത്രത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. നന്നായി മൂത്രം ഒഴിക്കാൻ തോന്നിക്കുന്ന തരത്തിലേക്ക് സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ പറയുന്ന സാധനം. അതുപോലെ തന്നെ നമ്മുടെ pH വാല്യൂ നല്ല രീതിയിൽ നിലനിർത്താൻ ഇത് സഹായിക്കും. അതേപോലെ തന്നെ പെയിനിന്, നമ്മൾ മൂത്രക്കല്ല് വരുന്ന സമയത്ത് അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ വരുന്ന സമയത്ത് അപാരമായ വേദനയാകും. ആ വേദനയെ ഇല്ലാതെ, വേദനയെ കുറക്കാൻ, ഇല്ലാതെ എന്ന് പറയുന്നില്ല, വേദനയെ കുറക്കാൻ അത് സഹായിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന ക്ഷാരങ്ങളൊക്കെ മറ്റു ഗുണങ്ങൾ ചെയ്യുന്നത് കിഡ്നിക്ക് മാത്രമല്ല ഗുണം ചെയ്യുക. ഏതൊക്കെ നമ്മുടെ ഒരു പ്രൊഡക്റ്റിന്റെ പ്രത്യേകത, ആ പ്രൊഡക്റ്റ് കഴിച്ചുകൊണ്ട് ആ ഒരു ഓർഗൻസിന് മാത്രം നല്ലത് എന്നല്ല പറയുന്നത്. നമുക്ക് പൊതുവെ അറിയാം, ഇത് കഴിക്കുന്ന സമയത്ത് മറ്റുള്ള ഗുണം എന്ന് പറയുന്നത്, പൊതുവെ നെല്ലിക്ക കഴിച്ചാൽ വൈറ്റമിൻ സി എന്തെങ്കിലും ഒന്നിനെന്ന് പറയാൻ പറ്റില്ല. പൊതുവെ മൊത്തത്തിലുള്ള പ്രതിരോധ ശേഷിക്ക് സഹായിക്കും, മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കും, സ്കിന്നിനെ നന്നായി സംരക്ഷിക്കാൻ സഹായിക്കും എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതേപോലെ മറ്റു ഒരുപാട് അനേക ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കി തരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ പറയുന്ന യൂറിഫ്ലഷ് 3 എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. അത് സ്കിന്നിനെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ എല്ലാ ജീവിതശൈലി രോഗങ്ങളെയും ഇല്ലാതാക്കാൻ ബാർലി നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറിറ്റബിൾ ബൗൾ മൂവ്മെന്റ് സിൻഡ്രം എന്ന് പറഞ്ഞാൽ വൻകുടലിൽ ഉണ്ടാകുന്ന പഴുപ്പിനെ, വീക്കത്തിനെ, നീർക്കെട്ടിനെ ഒക്കെ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ ദഹന പ്രക്രിയ ക്ലിയർ ആക്കാൻ ഇത് സഹായിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട്. അപ്പോ ഇത് പ്രധാനമായും ഇവിടെ നമ്മൾ കിഡ്നി സ്റ്റോണുകളിൽ യൂറിക് ആസിഡ് ഫോം ചെയ്തുണ്ടാകുന്ന സ്റ്റോണുകളെ ഇല്ലാതാക്കാനും യൂറിക് ആസിഡിനെ ഇല്ലാതാക്കാനും സഹായിക്കും. യൂറിക് ആസിഡ് ഫോം ചെയ്തിട്ട് ഇല്ലാതാകുന്ന സമയത്ത് യൂറിക് ആസിഡിനെയും ഇത് സ്വാഭാവികമായും ഇല്ലാതാക്കും. അപ്പൊ നമുക്ക് യൂറിക് ആസിഡ് പോലുള്ള പ്രശ്നങ്ങൾ, യൂറിക് ആസിഡ്, അതുപോലത്തെ ക്രിയാറ്റിൻ അടിഞ്ഞുകൂടിയ പ്രശ്നങ്ങൾ, ഇതിനൊക്കെ നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് ടാബ്ലറ്റ് റെഫർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതിനോടൊപ്പം തന്നെ 95 നമ്മൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നാൽ പൊതുവെ അല്ലാത്ത കേസുകൾ, നമ്മളെ കാൽസ്യം ഓക്സലേറ്റുകളൊക്കെ അടിഞ്ഞുകൂടിയതാണെങ്കിൽ ഇതിനേക്കാൾ നല്ലത് നമ്മുടെ യൂറിഫ്ലഷ് 3 ആണ്. 3 സിറപ്പാണ്. 3 ആണ് യൂറിഫ്ലഷ് 3 സിറപ്പാണ് കാൽസ്യം ഓക്സലേറ്റുകളൊക്കെ അടിഞ്ഞുകൂടിയതാണെങ്കിൽ അത് പോക്കാൻ സഹായിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് എന്തുകൊണ്ട് രണ്ടും നമ്മൾ റെഫർ ചെയ്യുന്നത് വെച്ചാൽ, ഇത് കാൽസ്യം അടിഞ്ഞുകൂടിയിട്ടുള്ള കല്ലാണോ, യൂറിക് ആസിഡ് അടിഞ്ഞുകൂടിയിട്ടുള്ള കല്ലാണോ, ഇനി അല്ലെങ്കിൽ സ്ട്രോവൈറ്റ് അടിഞ്ഞുകൂടിയിട്ടുള്ള കല്ലാണോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ നമുക്ക് ഏറ്റവും നല്ല സജഷൻ എന്താ, രണ്ടും കൂടെ കൊടുത്തേക്കുക, ഏതായാലും പോയിക്കോളും. അപ്പോ ഇത് നമുക്ക് കിഡ്നി സ്റ്റോണുകളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതോടൊപ്പം തന്നെ ജീവിതശൈലിയിൽ നമ്മുടെ കിഡ്നി പോകാതിരിക്കാൻ ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതും കൂടെ പറഞ്ഞതിന് ശേഷം അടുത്ത യൂറിഫ്ലഷ് 3 സിറപ്പിലേക്ക് പോകാം. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു വർഷത്തിൽ ഒറ്റ പ്രാവശ്യം, ഒരു മാസത്തെ കോഴ്സ്, ഒരു ടാബ്ലറ്റ് വാങ്ങിയ ഒരു മാസത്തെ കോഴ്സ് കംപ്ലീറ്റ് ആണ്. ഒരു വർഷത്തിൽ ഒരു ടാബ്ലറ്റ്, ഇനി അല്ലെങ്കിൽ ഒരു വർഷത്തിൽ 5 സിറപ്പ്, 1.5 മാസത്തെ കോഴ്സ്. സിറപ്പ് ആണെങ്കിൽ ഒരു 1.5 മാസത്തെ കോഴ്സ്, ക്യാപ്സൂൾ ആണെങ്കിൽ ഒരു മാസത്തെ കോഴ്സ്. ലാഭകരം ക്യാപ്സൂൾ ആണ്. കാരണം യൂറിഫ്ലഷ് 3 സിറപ്പിന്റെ 3 എണ്ണത്തിന്റെ വാല്യൂ, ഇത് ഒന്നിന്റെ വാല്യൂ എടുത്തു നോക്കുമ്പോൾ സിറപ്പിനാണ് അല്പം കൂടുതൽ. അപ്പോൾ ഏറ്റവും നല്ലത് ക്യാപ്സൂൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ക്യാപ്സൂൾ ഉപയോഗിക്കുന്നത്. ഇനി യൂറിഫ്ലഷ് 3 സിറപ്പിനകത്ത് അടങ്ങിയിട്ടുള്ള കണ്ടന്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഞെരിഞ്ഞിലാണ്, മറ്റൊന്ന് തഴുതാമയാണ്, മറ്റൊന്ന് കല്ലൂർ വാഞ്ചി എന്നും കല്ലുരുക്കി എന്നും ഒക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാണ്. നമ്മളെ വീട്ടുമുറ്റത്തൊക്കെ, പല വീട്ടുമുറ്റത്തൊക്കെ ഓൾറെഡി എൻ്റെ വീട്ടുമുറ്റത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. വീട്ടുമുറ്റത്ത് പറിച്ച് കളയാറാണ് പതിവ്. വീട്ടുമുറ്റത്ത് കള മുളച്ചു വരുമല്ലോ, അങ്ങനെ മുളച്ചു വരുന്ന കൂട്ടത്തിലുള്ള സാധനമാണ് ഈ കല്ലൂർ വാഞ്ചി. ഇഷ്ടംപോലെ ഉണ്ടാകാറുണ്ട്. അത് സ്റ്റോണിനെ പൊടിച്ച് കളയാൻ സഹായിക്കുന്ന ഞാൻ പറഞ്ഞു. അതാണ് അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ്. കല്ലൂർ വഞ്ചി, കല്ലുരുക്കി എന്ന് പറയുന്ന പേര് കൊണ്ടറിയാം, കല്ലിനെ പൊടിച്ച് കളയാനുള്ള കപ്പാസിറ്റി അതിനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യൂറിനറി ട്രാക്റ്റിന്റെ ഹെൽത്തിനെ മൊത്തത്തിൽ അത് സഹായിക്കും. പിന്നെ അതിനകത്ത് അടങ്ങിയിട്ടുള്ളത് കുന്തിരിക്കം എന്ന് പറയുന്ന സാധനമാണ്. കുന്തിരിക്കം നമ്മൾ നോവേദന ക്യാപ്സൂളിനകത്ത് അടങ്ങിയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് കുന്തിരിക്കം. അതുകൊണ്ട് എന്താണെന്ന് അറിയാം. ശരീരത്തിൽ നീർക്കെട്ട് ഒഴിവാക്കി
അതിനെ പെയിനിനെ റിലീഫ് ചെയ്യാനും അതേപോലെ തന്നെ ഇതിന്റെ അഡീഷണൽ ഗുണം, ഇത് കഴിക്കുന്നതുകൊണ്ട് അഡീഷണൽ ഗുണം എന്ന് പറയുന്നത് ആമവാദം പോലുള്ള പ്രശ്നങ്ങൾ ആളുകൾക്ക്, അതുപോലെ സന്ധിവേദന, തേയ്മാനം ഒക്കെ പറയുന്ന ആളുകൾക്കൊക്കെ നല്ല സാധനമാണ് ഈ കല്ലൂർ വാഞ്ചി. അതുകൊണ്ടാണ് നമ്മൾ നോവേദന ക്യാപ്സൂൾ കല്ലൂർ വാഞ്ചി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ഓട്ടോമാറ്റിക് പറയുന്നേ ഉള്ളൂ. കല്ലൂർ വാഞ്ചിയുടെ പ്രത്യേകത, അല്ല സോറി, കുന്തിരിക്കത്തിന്റെ പ്രത്യേകത, അത് കുന്തിരിക്കത്തെ പറ്റിയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുന്തിരിക്കത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തേയ്മാനത്തെ ഇല്ലാതെ, നമ്മൾ പറയുമല്ലോ നോവേദന ക്യാപ്സൂൾ കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് കുന്തിരിക്കാണ്. ശരീരത്തിൽ നീർക്കെട്ട് വലിച്ചെടുക്കാൻ, തേയ്മാനത്തിനെ ഇല്ലാതാക്കാൻ, പെയിനിന് നല്ല ആശ്വാസം കിട്ടാൻ, അതുപോലെ തന്നെ ആമവാദം പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല റിസൾട്ട് ഉള്ള സാധനമാണ് ഈ പറഞ്ഞ കുന്തിരിക്കം. മറ്റൊന്നാണ് ചെറുള എന്ന് പറയുന്ന സാധനം. അത് പൊതുവെ കിഡ്നിയെ ക്ലീൻ ചെയ്യാൻ, ഞാൻ പറഞ്ഞു കിഡ്നിയുടെ അരിപ്പ ക്ലീൻ ചെയ്യലാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ചെറുള ചെയ്യുന്ന ധർമ്മം കിഡ്നിയുടെ സെല്ലുകളെ, അതിലെന്തെങ്കിലും മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ ക്ലീൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു കണ്ടന്റ് ആണ് ഇത് ചെറുള എന്ന് പറയുന്നത്. മറ്റൊന്ന് ഇരട്ടി മധുരം. അതിന്റെയൊക്കെ എന്തൊക്കെ ഗുണങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുതിരയും അതുപോലെ തന്നെ വേദനയെ ശമിപ്പിക്കാൻ, ശരീരത്തിൽ നീർക്കെട്ടിനെ ഇല്ലാതാക്കാൻ ഒക്കെ സഹായിക്കുന്നതാണ്. മഞ്ഞൾ പൊതുവെ അതിന്റെ ഔഷധ മൂല്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിവുള്ളതാണ്. അത് മൊത്തത്തിലുള്ള ടോക്സിൻസിനെ റിമൂവ് ചെയ്ത് ശരീരം ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്നതാണ്. മറ്റൊന്ന് ആരോഗ്യത്തിനെ സംരക്ഷിക്കാൻ, പൊതുവെ കിഡ്നിക്കായാലും അതിന് വേണ്ടുന്ന പോഷകങ്ങളൊക്കെ വേണം, അതിലേക്കൊക്കെ നന്നായി രക്തം എത്തണം. അതിന് വേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കണ്ടന്റാണ് ശരീരത്തിൽ അയൺ കണ്ടന്റ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഇതിനകത്ത് ശുദ്ധ ശിലാജിത്ത് കന്മദം ചേർത്തിട്ടുണ്ട്. മറ്റൊന്ന് ചിറ്റമൃത് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ചിറ്റമൃതും രക്തശുദ്ധിക്ക് വേണ്ടിയാണ്. രക്തശുദ്ധി ഉണ്ടെങ്കിൽ, ശുദ്ധമായ രക്തമാണ് കിഡ്നിയിലൊക്കെ എപ്പോഴും ഒഴുകിയെത്തുന്നതെങ്കിൽ അതും നമുക്ക് എന്തിനു സഹായിക്കും? ആ കിഡ്നിയെ സംരക്ഷിക്കാൻ സഹായിക്കും. കിഡ്നിയിലേക്ക് മാലിന്യങ്ങൾ കൂടുതൽ അടിഞ്ഞുകൂടുന്നത് ഒഴിവാക്കാൻ സഹായിക്കാൻ വേണ്ടിയാണ് ചിറ്റമൃത് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. മറ്റത് അയമോദക എണ്ണ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അയമോദക എണ്ണ, പൊതുവെ അയമോദക സത്ത്, വായു ഗുളികയൊക്കെ വിൽക്കുന്ന ഇഷ്ടംപോലെ ബസ്സിലൊക്കെ ആളുകളെ കണ്ടിട്ടുണ്ടാവും. പൊളിച്ചത് കേട്ടാൽ ഛർദി, വയറുവേദന എന്ന് അവർ തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതിനുള്ള സാധനം തന്നെയാണ് അയമോദകം എന്ന് പറയുന്നത്. അതുപോലെ സന്ധിവാദവും നമ്മളെ ഗ്യാസ് ട്രബിൾ, അതിനൊക്കെ പറയുന്നല്ലേ പൊളിച്ചു കേട്ടില് വായുക്ഷോഭം എന്നൊക്കെ പറഞ്ഞിട്ട് ബസ്സിലൊക്കെ നിങ്ങൾ പരസ്യം കണ്ടിട്ടുണ്ടാവും. അയമോദക സത്ത്, വായു ഗുളിക വെക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പൊ അയമോദകത്തിന്റെ ഒരു പ്രത്യേകത, വയറുവേദനക്ക് ബെസ്റ്റ് സാധനമാണ് അയമോദകം എന്ന് പറയുന്നത്. അതുപോലെ ഗ്യാസ് ട്രബിൾ പോലുള്ള പ്രശ്നങ്ങൾക്ക് നല്ല ഒരു പ്രൊഡക്റ്റ് ആണ് അയമോദകം. സന്ധിവാദം പോലുള്ള പ്രശ്നങ്ങൾക്കും ഇത് നല്ല ഗുണം ചെയ്യും എന്നുള്ളത് കൊണ്ട് യൂറി ഫ്ലഷ് 3 സിറപ്പ് ഒരു 1.5 മാസത്തെ കോഴ്സ് സാധാരണഗതിക്ക് ഒരു പ്രശ്നവും ഇല്ലാത്ത ആളുകൾ ഇത് കഴിക്കുന്നത് നല്ലതാണ്. ഇത് കഴിക്കാൻ പറ്റിയ സമയവും എന്ന് പറയുന്നത് ഏകദേശം ഈ സമയങ്ങൾ കാലാവസ്ഥയൊക്കെ തന്നെയാണ്. തണുപ്പും ചൂടും ഒക്കെ ആയിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയിലാണ്. മൂത്രത്തിന്റെ അളവിലൊക്കെ വ്യതിയാനം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. നല്ല തണുപ്പുള്ള സമയത്ത് അത്ര ഉണ്ടാവില്ല, എന്നാൽ തണുപ്പുള്ള സമയത്ത് നന്നായിട്ട് മൂത്രം ഉണ്ടാവും. ഇനി നേരെ തിരിച്ച് നല്ല ചൂടാണെങ്കിൽ മൂത്രത്തിന്റെ അളവ് വല്ലാതെ കുറയും. മൂത്രത്തിന്റെ അളവ് കുറയുന്നതനുസരിച്ച് കിഡ്നി സ്റ്റോണിനൊക്കെ അല്ലെങ്കിൽ സ്റ്റോണായിട്ട് പരലുകളായിട്ട് അടിഞ്ഞുകൂടാനൊക്കെ സാഹചര്യമുള്ള സമയമാണ്. അപ്പോൾ മൂത്രത്തിന്റെ അളവ് കുറയുന്ന സമയം. ബെല്ലിൻ സാർ കഥ പറയുന്നത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. പണ്ട് ഒരാള് നെല്ല് കൊയ്യാൻ വേണ്ടി ഒരു ദിവസം, ഇന്നേ ദിവസം കൊയ്തോ എന്ന് പറഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണെന്ന് പിന്നീട് അയാൾ പറഞ്ഞു കൊടുക്കുന്നത്, നല്ല മഴക്കാറുള്ളത് കൊണ്ട്, അല്ല കുറച്ച് ദിവസമായി മൂത്രത്തിന്റെ അളവ് കുറവ്. എന്താ കാര്യം എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞത്, മൂത്രത്തിന്റെ അളവ് കുറയാനുള്ള കാരണം പറഞ്ഞത്, നല്ല മഴക്കാറുണ്ടാകുന്ന സമയത്ത് പൊതുവെ മൂത്രം ഉണ്ടാവില്ല, മൂത്രത്തിന്റെ അളവ് കുറയുന്നു. നല്ല മഴക്കാറ് ആകാശത്തിൽ കണ്ടില്ലെങ്കിലും നമുക്ക് അന്തരീക്ഷത്തിലെ വ്യതിയാനം നമ്മളെ ശരീരം കാണിക്കും എന്നുള്ളതുകൊണ്ട് കഥയിലേക്ക് ഞാൻ പോകുന്നില്ല. ബെല്ലിൻ സാറെ കഥ കേട്ടാൽ പിന്നീട് മനസ്സിലാവും. അപ്പോ നമ്മളെ യൂറി ഫ്ലഷ് എന്ന് പറയുന്നത് ഒരു കോഴ്സായിട്ട് വർഷത്തിൽ ഒരു പ്രാവശ്യം, ഒരു കോഴ്സ് എന്ന് പറയുന്നത് ബാക്കിയുള്ള പ്രൊഡക്റ്റുകളെ പോലെ, അല്ലെങ്കിൽ ലിവഗൈൻ കഴിക്കണം, വെൽഹാർട്ട് കഴിക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് 3 മാസത്തെ കോഴ്സ് പറയുന്ന പോലെ 3 മാസത്തെ കോഴ്സ് ഞാൻ പറഞ്ഞിട്ടില്ല. വെറും ഒറ്റ മാസത്തെ കോഴ്സാണ്. സിറപ്പാണെങ്കിൽ 1.5 മാസത്തെ കോഴ്സാണ് ഇതിൽ ഉപയോഗിക്കേണ്ടത്. എല്ലാവരും അത് ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഓർഗൻസും വിലപ്പെട്ടതാണെങ്കിലും മാറ്റിവെക്കാൻ പോയാൽ ഇന്ന് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ട് നമുക്കറിവുള്ളത് കിഡ്നി ആണ് എന്നുള്ളത് കൊണ്ട് അതിനൊക്കെ അവസരം വരാതിരിക്കട്ടെ. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് എന്നുള്ള നിലക്ക് ഈ പ്രൊഡക്റ്റുകളെ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് അത് അവസാനത്തേക്ക് മാറ്റി വെച്ചാണെങ്കിലും എന്നോട് വിട്ടുപോയിരുന്നു. ഇന്നലെ കൊണ്ട് ഞാനത് പറയണമെന്ന് വിചാരിച്ചാണ്, മറന്നുപോയിരുന്നു. ഏതായാലും അത് നമുക്ക് ഉപയോഗിക്കണം. ഇനി മറ്റൊരു പ്രൊഡക്റ്റാണ്, ഇതും നമുക്ക് സ്ഥിരമായി നമ്മളെ വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ്. പറ്റുമെങ്കിൽ അഭ്യംഗമാചരേ നിത്യം, എല്ലാ ദിവസവും തേച്ചുകൂളി നല്ലതാണ്. എല്ലാ ദിവസവും നമ്മളെ പോലുള്ള ബിസിനസ്സുകാർക്ക് നടന്നുകൊള്ളണമെന്നില്ല.
എങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമുക്കൊന്ന് തേച്ച് കുളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ശരീരത്തില് ഏറ്റവും നല്ല റിഫ്രഷിങ് ശരീരത്തിന് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമ്മള് വണ്ടിയൊക്കെ എല്ലാ ദിവസവും ഒന്ന് പൊടിമുട്ടും, ചിലപ്പോ ഒന്ന് വെള്ളം അടിച്ചു കൊടുക്കും. എന്നാൽ ഇടയ്ക്കിടയ്ക്കുണ്ട് ഒരു സർവീസ്, വാട്ടർ സർവീസ്. ഒരാഴ്ചക്കോ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു വാട്ടർ സർവീസ് നടത്താറില്ലേ? അതേപോലെ നമ്മളെ വാട്ടർ സർവീസ് നന്നായിട്ട് നടക്കട്ടെ, നല്ല പോളിഷ് പോകാതിരിക്കാൻ സഹായിക്കട്ടെ. അതിന് പറ്റിയ നല്ല ഒരു ഔഷധ മൂല്യമുള്ള തേച്ച് കുളിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ചാമ്പിൻ തൈലം. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്നത് തേച്ച് കുളിക്കാനല്ല, എന്തെങ്കിലും മുട്ടുവേദനയോ ഊരവേദനയോ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. അതിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. ചാമ്പിൻ തൈലം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. തൈലപ്പാക്ക് വിധി. എന്ത് വിധിയാന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. എന്താണ് തൈലപ്പാക്ക് വിധി? തൈലപ്പാക്ക് വിധി എന്ന് പറയുന്നത് സാധാരണഗതിക്ക് ഏതെങ്കിലും എണ്ണയൊക്കെ കാച്ചുന്ന സമയത്ത് അതിന്റെ ചേരുവകളൊക്കെ എണ്ണയിലിട്ട് നന്നായി തിളപ്പിച്ച് അതിന്റെ സത്തുകൾ മുഴുവൻ എണ്ണയിലേക്ക് ഊർന്നിറങ്ങിയതിന് ശേഷം ആ എണ്ണ ഉപയോഗിക്കുന്നതാണ് നമ്മൾ തൈലം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വിധി. എന്നാൽ തൈലപ്പാക്ക് വിധി എന്ന് പറയുന്ന സമയത്ത് ഒന്നുകൂടെ അതിന്റെ ഔഷധ മൂല്യം ഈ തൈലത്തിലേക്ക് ആർന്നിറങ്ങാൻ വേണ്ടി, മുഴുവൻ മൂല്യവും ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു അടുത്ത ഘട്ടമാണ്. അതില് ഒന്നാമത്തെ, ഇതിനകത്ത് ഒരു ബേസ് ഉണ്ട്. എന്തിനും ഒരു തൈലത്തിന് അതിൻ്റെ ഒരു ബേസ് ഉണ്ട്. ആ ബേസിനെ നല്ല കുഴമ്പ് രൂപത്തിലാക്കി, പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കും. സാധാരണ നേരെ അങ്ങ് ഉപയോഗിക്കുകയല്ല. ഒന്ന് അതിനകത്ത് ഞവര അരിയാണ്, പാല്, അതുപോലെ ഗ്രീൻ ടീ ഓയിൽ, ടീ ട്രീ ഓയിൽ, ഗ്രീൻ ടീ അല്ല സോറി, ടീ ട്രീ ഓയിൽ, അതുപോലെ തന്നെ വേപ്പെണ്ണ, എള്ളെണ്ണ, ഇതൊക്കെ ചേർത്ത് ഒരു കുഴമ്പ് രൂപത്തിലാക്കി അതിന്റെ ബേസ് ആയിട്ടാണ്. എണ്ണയിൽ മൊത്തത്തിൽ അവസാനം ചെയ്യും, എങ്കിലും ഇതൊക്കെ ചേർത്ത് ആദ്യം എന്ത് ചെയ്യും, അതിനെ നന്നായി ഒരു പേസ്റ്റ് രൂപത്തിലാക്കി മിക്സ് ചെയ്തെടുക്കും. ആ മിക്സ് കിഴിയിലാക്കി ഇനി ചേർക്കാൻ പോകുന്ന ഇതിനകത്തുള്ള വേപ്പെണ്ണയും എള്ളെണ്ണയും ഒക്കെ പിന്നീടും ചേർത്തിട്ടാണ് ഇതിനകത്ത് ഉണ്ടാക്കുന്നത്. വേപ്പെണ്ണ എള്ളെണ്ണയാണ് അതിനകത്തുള്ള പ്രധാനപ്പെട്ട ഓയിൽ പാർട്ട് എന്ന് പറയുന്നത്. ആ ഓയിലിലേക്ക് മുക്കി വെച്ചുകൊണ്ട്, കിഴിയാക്കി മുക്കി വെച്ചുകൊണ്ട് അതിനെ തിളപ്പിച്ചെടുക്കുന്ന സംവിധാനത്തിനാണ് തൈലപ്പാക്ക് വിധിയിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് ചേർക്കുന്ന മറ്റ് ഔഷധ മൂല്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് കുറുന്തോട്ടിയുടെ വേര്, ഇവിടെ സമൂലമായിട്ടാണ് ഉപയോഗിക്കുന്നത്. മുതിര എന്ന് പറയുന്നത് നമ്മൾ കുതിരക്ക് കൊടുക്കുന്നതൊക്കെ പറയും. ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഒരു കുതിരക്ക് ഏറ്റവും നല്ല എനർജിയുള്ള ഒരു ജീവിയാണ്, അല്ലെങ്കിൽ അതൊരു ജന്തുവാണ് എന്ത് കുതിര എന്ന് പറയുന്നത്. കുതിര ഹോഴ്സ് പവർ എന്നൊക്കെ പറയും. അപ്പോൾ ഏറ്റവും നല്ല പവർ കിട്ടാൻ വേണ്ടി അതിന്റെ പേരും ഇംഗ്ലീഷ് പറയുന്ന ഹോഴ്സ് ഗ്രാം എന്നാണ്. കുതിരക്ക് കൊടുക്കുന്ന സാധനം തന്നെ അതിന്റെ പേര് പോലും ഹോഴ്സ് ഗ്രാം എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും നല്ല പവർഫുൾ ആയിട്ട് ഈ ഈ പറയുന്ന കുതിരയെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് മുതിരയാണ്. അതേപോലെ തന്നെ ശരീരത്തിൽ നീർക്കെട്ടുണ്ടെങ്കിൽ പഴയ കാലത്തൊക്കെ മുതിര ചൂടാക്കി എന്ത് പറയും, അതിനെ കിഴി വെച്ചു കൊടുക്കുന്ന നമ്മൾ പണ്ട് കാലത്തുള്ള ആളുകൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴുള്ള ആളുകൾക്ക് ഇത് കിഴി വെക്കൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് പോട്ടെ. പിന്നെ അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പ്, കറുവപ്പട്ട, കടുക്ക, താനിക്ക, നെല്ലിക്ക, അതുപോലെ തന്നെ മഞ്ചിഷ്ട, കണ്ടകാരി ചുണ്ട എന്നീ പറയുന്ന എല്ലാ ഔഷധ മൂല്യമുള്ള കണ്ടന്റുകളും ചേർത്ത് വെച്ച് വലിയൊരു കിഴിയാക്കി ഈ പറയുന്ന നേരത്തെ ചേർത്ത പേസ്റ്റും അതൊക്കെ ചേർത്ത് എള്ളെണ്ണയും വേപ്പെണ്ണയിലും ഇതിനെ തിളപ്പിച്ചെടുത്ത് അതിന്റെ സത്ത് മുഴുവൻ ഇളക്കിയതിന് ശേഷം അവസാന പാർട്ട് എന്ന് പറയുന്നത് ഈ കെട്ട് പൊട്ടിച്ച്, ആ പറയുന്നത് അതിന്റെ സത്തൊക്കെ ഇളകിയതിനു ശേഷവും ആ കെട്ട് പൊട്ടിച്ച് ഈ പറയുന്ന രണ്ടാമത്തെ കുറുന്തോട്ടി ഉൾപ്പെടെയുള്ള എല്ലാ കണ്ടന്റുകളെയും ഒന്നുകൂടെ അരച്ച്, വെന്തതിന് ശേഷം ഒന്നുകൂടെ അരച്ച് പൗഡർ രൂപത്തിലാക്കി ആ പൗഡർ മുഴുവൻ നേരെ തൈലത്തിലേക്ക് ഇട്ട് ഒന്നുകൂടെ തിളപ്പിക്കും. അപ്പൊ സ്വാഭാവികമായി അതിനകത്ത് ഒരു പാർട്ട് ഔഷധ മൂല്യം ഇങ്ങോട്ടേക്ക് വരാനുണ്ടാവില്ല, എല്ലാം ഇളകി കഴിഞ്ഞു. അതിനുശേഷം അതിനെ ഫിൽട്ടർ ചെയ്ത് വരുന്ന ഓയിലാണ് ചാമ്പിൻ തൈലം എന്ന് പറയുന്ന നമ്മുടെ കയ്യിലുള്ള ഒരു അമേസിങ് പ്രൊഡക്റ്റ്. ഇത് തേച്ച് കുളിക്കാൻ ഏറ്റവും നല്ലതാണ്. തേച്ച് കുളിച്ചാൽ എന്തൊക്കെയാണ് ഗുണമെന്ന് വെച്ചാൽ, മസിൽസിന് അയവ് വരുത്താൻ സഹായിക്കും, സ്കിന്ന് നല്ല പെർഫെക്റ്റ് ആകാൻ സഹായിക്കും, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ മോശപ്പെട്ട ബാക്ടീരിയകളൊക്കെ സ്കിന്നിൽ കൂടെ അകത്തേക്ക് കയറുന്ന തടയാൻ സഹായിക്കും, നല്ല ഗ്ലോയിങ് സ്കിന്നായിട്ട് എപ്പോൾ നിലനിർത്താൻ സഹായിക്കും. അതുപോലെ തന്നെ സന്ധിവേദന പോലുള്ള പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ ശരീരത്തിലുള്ള നീർക്കെട്ടുകളൊക്കെ ഒഴിവാക്കാൻ സഹായിക്കും. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഒരു റിഫ്രഷ് ചെയ്ത് ഓരോ ദിവസവും റിഫ്രഷ് ചെയ്ത് പുറത്തേക്ക് ഇറക്കാൻ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം റിഫ്രഷ് ചെയ്ത് പുറത്തേക്ക് ഇറക്കാൻ, അഭ്യംഗമാചരയെ നിത്യം എന്ന് പറയുന്നില്ല, അഭ്യംഗമാചരയെ ആഴ്ച എന്ന് പറയേണ്ടി വരും, അഭ്യംഗമാചരയെ വാരം എന്ന് പറയേണ്ടി വരും. ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തേച്ച് കുളിക്കാൻ
ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഈ പറയുന്ന ചാമ്പ്യൻ തൈലം എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇനി മറ്റൊരു പ്രൊഡക്റ്റിനെ പറ്റി ഒന്ന് പറഞ്ഞു പോകാതെ വയ്യ. അത് പക്ഷേ കൂടുതൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടതല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് ഡീറ്റെയിലേക്ക് പോകുന്നില്ല. എങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കാൻ പറ്റിയ ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് നെർവ് എനർജി എന്ന് പറയുന്നത്. പക്ഷെ ഇത് ഉപയോഗിക്കേണ്ട ആളുകൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറെ ആളുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഷുഗർ പേഷ്യന്റ് ആളുകളാണ്. ഷുഗർ പേഷ്യന്റ് ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നെർവുകൾ പൊതുവെ വീക്കായിരിക്കും, നാഡീഞരമ്പുകൾ പൊതുവെ വീക്കായിരിക്കും. അതുകൊണ്ടാണ് ഷുഗർ പേഷ്യന്റ് ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് വരുന്ന സമയത്ത് അവർക്കൊരു വേദനയൊന്നും തോന്നില്ല. കാരണം മെസ്സേജുകൾ കൃത്യമായി തലച്ചോറിലേക്ക് എത്തിക്കാൻ യഥാസമയം നമ്മളെ നെർവുകളുടെ ബലക്ഷയം കാരണമാകുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് വേദന അറിയാതെ സൈലന്റ് അറ്റാക്ക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നെർവിന്റെ സ്വാധീന ശേഷിയെ വർദ്ധിപ്പിക്കാൻ, തലച്ചോറിന്റെ പ്രവർത്തനത്തെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന 2 കണ്ടന്റുകൾ അടങ്ങിയ ഒരു എന്താ പറയാ വൈറ്റമിൻ കോംപ്ലക്സുകൾ കിട്ടാൻ വേണ്ടി 2 കണ്ടന്റുകൾ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഒന്ന് മണ്ടൂക്യ പർണി അല്ലെങ്കിൽ മുത്തുള് എന്ന് പറയുന്ന ഒരു ഘടകം 500 മില്ലിഗ്രാം അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ശംഖുപുഷ്പം, ഇതും തലച്ചോറിന്റെ പ്രവർത്തനത്തിനെ പെർഫെക്റ്റ് ആക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിനകത്ത് മഗ്നീഷ്യം ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട്. PEA എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ B6ഉം വൈറ്റമിൻ B9ഉം വൈറ്റമിൻ B12ഉം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ മഗ്നീഷ്യം സിലിക്കേറ്റ്, മഗ്നീഷ്യം സ്റ്റീറേറ്റ് പോലുള്ള കണ്ടന്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇതെന്തിനാണ് ചേർത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇതിന് എന്താ പറയാ എലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുക. അതായത് ഞരമ്പുകൾ പൊതുവെ അറിയാം, ഞരമ്പുകൾ സാധാരണ പാർട്ട് പോലെയല്ല, എന്താ പറയാ ഒരു ഫൈബർ പോലുള്ള സംഗതിയാണ് ഞരമ്പുകൾ എന്ന് പറയുന്നത്. അത് ഒന്ന് വലിഞ്ഞ് മുറുകുന്ന സമയത്ത് പൊട്ടിപ്പോകരുത്, ചുരുങ്ങാനും സഹായിക്കണം. പക്ഷെ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മാറ്റം വരാൻ പാടില്ല. അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ അതിനെ നിലനിർത്താൻ വേണ്ടിയാണ് അതിന് ഇത് ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ മഗ്നീഷ്യം സ്റ്റീറേറ്റും മഗ്നീഷ്യം സിലിക്കേറ്റും ഒക്കെ ചേർത്തിട്ടുള്ളത്. അത് ഇതിന്റെ എലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുക, അത് പൊട്ടിപ്പോവാതിരിക്കുക, പൊട്ടിപ്പോകുന്ന പ്രശ്നമൊന്നുമില്ല, ക്രാക്കുകൾ വരാതിരിക്കുക, അതേപോലെ തന്നെ എന്താ പറയാ ക്ഷതം സംഭവിക്കാതിരിക്കാൻ സഹായിക്കുക, നന്നായി ഇതിന്റെ ന്യൂറോൺസ് ഒക്കെ നന്നായി പ്രവർത്തിക്കുന്ന തരത്തിൽ അതിന്റെ എഫക്റ്റീവായി നിൽക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പറയുന്ന 2 കണ്ടന്റുകൾ മഗ്നീഷ്യം സ്റ്റീറേറ്റും മഗ്നീഷ്യം സിലിക്കേറ്റും അതിനകത്ത് ചേർത്തിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ എന്താ പറയാ വൈറ്റമിൻ അല്ല, മിനറലിന്റെ കാറ്റഗറിയിലാണ് പെടുന്നത്. ഇനി ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്ത് നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന മറ്റൊരു സാധനം വെൽനസ് അല്ല എങ്കിൽ വെൽനസ് ആണ് എന്ന് പറയേണ്ട ഒരു ഉൽപ്പന്നം. വെൽനസ് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം അകത്തേക്ക് കഴിക്കുന്നതാണ് നമ്മൾ കൂടുതലും വെൽനസ് ആയിട്ട് കാണുന്നത്. പുറമെ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ഓറലായിട്ട് ഉപയോഗിക്കുന്നതോ ആയിട്ടുള്ള സാധനം നമ്മൾ വെൽനസ് ആയിട്ട് കാണാറില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല വെൽനസ് ആയിട്ട് ഉപയോഗിക്കേണ്ടത് നമ്മൾ നിത്യവും നമ്മളെ ശരീരത്തിനകത്തേക്ക് പോകാൻ ചാൻസ് ഉള്ള സാധനത്തിനെ പറ്റിയാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ സാധാരണഗതിക്ക് എല്ലാ ദിവസവും രാവിലെ പണ്ടൊക്കെ പല്ല് തേക്കുന്നത് ഒന്നുകിൽ വേപ്പിന്റെ തണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ ഉമിക്കരി, അല്ലെങ്കിൽ മാവിന്റെ ഇല, ഇനി അല്ലെങ്കിൽ ഇതൊക്കെ കൂടെ ചേർത്തിട്ടുണ്ടാക്കിയ പൊടി രൂപത്തിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. പിന്നീട് പൽപ്പൊടി എന്ന് പറയുന്ന സാധനം വന്നിട്ടുണ്ട്. അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇന്ന് ഏകദേശം ഒരു 95% എബോവ് ആളുകൾ ഉപയോഗിക്കുന്നത് പേസ്റ്റുകളാണ്. സാധാരണഗതിയിലുള്ള പേസ്റ്റുകളിനകത്ത് അടങ്ങിയിട്ടുള്ള കെമിക്കലുകൾ നമുക്ക് തൽക്കാലം വായ്ക്ക് അകത്ത് ഒരു ടേസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് അതിനകത്ത് അടങ്ങിയിട്ടുള്ള മെന്തോളൊക്കെ നമ്മുടെ ശരീരത്തിൽ വായ്ക്ക് അകത്തേക്ക് ഒരു ഫീലിംഗ് തരുന്ന സമയത്ത് നമ്മൾ നന്നായി ക്ലീൻ ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ആ ക്ലീനിങ് പ്രോസസ്സിനിടക്ക് നമ്മളെ ശരീരത്തിനകത്തേക്ക് ഇഷ്ടംപോലെ കെമിക്കലുകൾ വന്ന് കയറുന്നുണ്ട്. ഈ കെമിക്കലുകൾ പിന്നീട് അങ്ങോട്ടേക്ക് നമ്മുടെ കിഡ്നിയെ ഡാമേജ് ആക്കാനും, പാൻക്രിയാസിനെ ഡാമേജ് ആക്കാനും, ലിവറിനെ ഡാമേജ് ആക്കാനും, എസ്പെഷ്യലി നമ്മളെ ഗട്സിനെ, കുടലിനെയും ആമാശയത്തിനൊക്കെ ഡാമേജ് ആക്കാൻ ഇത് വഴിവെക്കുന്നുണ്ട്. അതിന്റെ കാരണം കൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരുന്നതിന്റെ ആ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം, തുടക്കം എന്ന് പറയുന്നത് ഇന്ന് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന, നമ്മളല്ല പൊതുവെ സമൂഹം ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പേസ്റ്റുകളായിട്ടുള്ള കോൾഗേറ്റ്, ക്ലോസപ്പ്, സിബാക്ക, ഇങ്ങനെയുള്ള എല്ലാ പേസ്റ്റിന്റെ മുകളിലും, ഞാൻ ഏതെങ്കിലും പേസ്റ്റിനെ കുറ്റം പറയുന്നതല്ല, ആ പേസ്റ്റിനുള്ള അവർ തന്നെ എഴുതി വെച്ചത് വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അതിനുള്ള എഴുതി വെച്ച വാണിംഗ് 6 വയസ്സായുള്ള കുട്ടികൾ, മുതിർന്നവരുടെ മേൽനോട്ടത്തിൽ മാത്രം ഉപയോഗിക്കുക. അതേപോലെ തന്നെ പി എമൗണ്ട് ഓഫ് പേസ്റ്റ് എന്ന് പറയുക, ചെറുപയർ മണി വലിപ്പത്തിൽ മാത്രം പേസ്റ്റ് ഉപയോഗിക്കുക. മൂന്നാമത്തെ ഡു നോട്ട് സോലോ, ഇറക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. എന്നാൽ നമ്മളൊക്കെ ഇതുകൊണ്ട് പല്ല് തേച്ചിട്ടും രക്ഷയില്ലാത്ത സമയത്ത് നമ്മൾ സെൻസോഡൻ പോലുള്ള മെഡിക്കേറ്റഡ് പേസ്റ്റുകളിലേക്ക് പോകും.
ആ മെഡിക്കേറ്റഡ് പേസ്റ്റിന്റെ സാഹചര്യം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പാക്കറ്റിനോട് എഴുതി വെച്ച് വായിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഒക്കെ എഴുതി വെച്ചതിന്റെ ഉള്ളതിനോടൊപ്പം തന്നെ അതിനോട് എഴുതി വെച്ച മറ്റൊരു സാധനമാണ് 12 വയസ്സ് താഴെയുള്ള കുട്ടികൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം എന്തൊക്കെയോ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ആ സമയത്ത് നമ്മൾ അതിനകത്ത് അടങ്ങിയിട്ടുള്ള കണ്ടന്റുകളൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഓരോ കണ്ടന്റുകളും എടുത്ത് വായിച്ചു നോക്കി അത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി എന്തൊക്കെയാണ് അതിന്റെ കുഴപ്പമെന്നുള്ളത്. അങ്ങനെ ഓരോ കണ്ടന്റുകൾ എടുത്ത് വായിക്കുന്ന സമയത്ത് നമുക്കറിയാം ഇത് സ്ഥിരമായി ചെന്നാൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. ഞാൻ പറഞ്ഞുണ്ടാക്കിയതല്ല. അപ്പോ അതിന് പകരം നമ്മുടെ ഒരു മെഡിക്കേറ്റഡ് പേസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് പല്ലിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല വായ്ക്കകത്ത് മറ്റു പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനും വായ്നാറ്റൊക്കെ ഒഴിവാക്കാനും നമ്മുടെ എന്താ പറയാ ശ്വസനത്തെ അല്ലെങ്കിൽ വായ്ക്കകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന വായു ശുദ്ധമായിരിക്കാനൊക്കെ സഹായിക്കുന്ന തരത്തിലേക്ക് ബാക്ടീരിയകൾ മോശപ്പെട്ട ബാക്ടീരിയകളൊക്കെ ഇല്ലാതാക്കാനൊക്കെ സഹായിക്കുന്ന തരത്തിലുള്ള കണ്ടന്റുകളായിരിക്കണം അതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. ഒന്ന് വേപ്പാണ്. നമ്മൾ പണ്ട് വേപ്പിന്റെ തണ്ട് കൊണ്ട് പല്ല് തേച്ചിട്ടുണ്ട്. മറ്റൊന്ന് കരിവേലം എന്ന് പറയുന്ന കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇരട്ടി മധുരം അടങ്ങിയിട്ടുണ്ട്. ഗ്രാമ്പു അടങ്ങിയിട്ടുണ്ട്. തിപ്പല്ലി അടങ്ങിയിട്ടുണ്ട്. അർക്കാക്കറ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ മഞ്ഞ കനകാമ്പരം നമ്മളെ വീട്ടിലൊക്കെ ഇപ്പോൾ പലരും വെട്ടിക്കളയുന്നതാണ്. ഒരു ചെടി ഉണ്ടായിരുന്നു, ചെറിയ മുള്ളു പോലത്തെ, മുള്ളല്ല എന്തെങ്കിലും മുള്ളു പോലത്തെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കനകാമ്പരം എന്ന് പറയുന്ന ചെടിയൊക്കെ ചില ആൾക്ക് അറിയാൻ പറ്റും. മഞ്ഞ കനകാമ്പരം അതിനകത്ത് ചേർത്തിട്ടുണ്ട്. വിഴാൽ അടങ്ങിയിട്ടുണ്ട്. വിഴാലിനെ പറ്റി ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. വിഴാൽ എന്ന് പറയുന്നത് ചില കർഷകരൊക്കെ കുരുമുളകിന്റെ വ്യാജനായിട്ട് ഇതിനെ കൊണ്ടേ കയറ്റി വെച്ച് കുരുമുളക് നല്ല റേറ്റ് ഉള്ള സമയത്ത് ഇത് ഉണക്കി കുരുമുളകിന്റെ കൂടെ മിക്സ് ആക്കിയിട്ട് അങ്ങോട്ട് വിട്ടുകൊടുക്കും. അതുകൊണ്ടാണ് അമേരിക്ക തിരിച്ചിങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടന്റുകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. മഞ്ഞൾ അടങ്ങിയിട്ടുണ്ട്, ശുദ്ധീകരണത്തിന് ഏറ്റവും നല്ലത്. അതുപോലെ പിലുമരം എന്ന് പറയുന്ന, നമുക്ക് എല്ലാ മരവും നമുക്ക് പരിചയമില്ലല്ലോ, പിലുമരം എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് മെന്തോൾ ക്രിസ്റ്റൽ അടങ്ങിയിട്ടുണ്ട്. മെന്തോൾ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താ പറയാ നല്ല കൂളിംഗ് എഫക്റ്റ് നിലനിർത്താനും അതേപോലെ തന്നെ ഈ എന്താ പറയാ മോശപ്പെട്ട ബാക്ടീരിയകളെ ഇല്ലാതാക്കാനൊക്കെ സഹായിക്കുന്നതാണ്. അതുപോലെ കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ചുണ്ണാമ്പാണ്. പേസ്റ്റിന്റെ ബേസ് ചുണ്ണാമ്പ് തന്നെയാണ്. നമ്മളെന്താ പറയാ 100 എന്ന് പറയല്ലേ, ചുണ്ണാമ്പ് തന്നെയാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. അതുപോലെ ഹൈഡ്രേറ്റഡ് സിലിക്ക അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അത് കറ പോകാൻ സഹായിക്കും എന്നുള്ളതാണ് ഹൈഡ്രേറ്റഡ് സിലിക്ക കൊണ്ടുള്ളത്. ഇനി സോഡിയം സാക്രൈനും സോഡിയം ലോറൽ സൾഫേറ്റ് പോലുള്ള കെമിക്കലുകൾ ഇതിനകത്തുണ്ട്. പക്ഷെ നമ്മുടെ പ്രൊഡക്റ്റിൽ ചേർക്കുന്നതിന്റെ അളവ് എന്ന് പറയുന്നത് FDA അംഗീകരിച്ച അളവിൽ മാത്രമാണ് എന്നുള്ളത് കൊണ്ട് യാതൊരു ദോഷവും നമുക്ക് വരാനില്ല. അപ്പോ ഒരു കെമിക്കലും ഇല്ലാതെ, പ്രിസർവേറ്റീവ്സ് ഇല്ലാതെ നമുക്ക് ഒരു പ്രൊഡക്റ്റുകളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോ ഈ പ്രിസർവേറ്റീവ്സ് നമുക്ക് ശരീരത്തിൽ ദോഷകരമായ അളവിൽ ഇതിനകത്ത് ഇല്ല. ഇനി നമ്മൾ ദിവസവും തേച്ച് കുളിക്കുന്ന ആളുകളാണ്. തേച്ച് കുളിക്കുക മീൻസ് എണ്ണ തേച്ച് കുളിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഒരു സോപ്പ് എന്ന് പറയുന്ന ഒരു വസ്തു നമ്മൾ തേക്കാറുണ്ട്. സോപ്പ് പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്ര തരം സോപ്പ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ നമ്മളെ കാർഷിക മേഖലയിലൊക്കെ പണിയെടുക്കുന്ന ചില ആളുകളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഈ എന്താ പറയാ അലക്കുന്ന സോപ്പ്, അവർ ഉടുത്ത തുണിയൊക്കെ അലക്കുന്ന സോപ്പ് കൊണ്ട് ആ സോപ്പ് തന്നെ തേച്ച് കുളിക്കുന്ന കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ നോക്കി അവർക്ക് സ്കിന്നിൽ ഇൻഫെക്ഷൻ എന്തൊക്കെ കാണാൻ പറ്റും. ഈ പുളിയില എന്ന് പറഞ്ഞിട്ടുള്ളൂ എന്താ പറയാ വട്ടച്ചൊറി, ഇതൊക്കെ അവർക്ക് ഇഷ്ടംപോലെ കാണാൻ പറ്റും. കാരണം അവരുടെ ശരീരത്തിലുള്ള മെലാനിൻ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. സ്വാഭാവികമായും അവിടെ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ട സ്കിന്നിലേക്ക് രോഗാണുകൾക്ക് കയറി വരാൻ എളുപ്പമാണ്. ഒരു കാരണവശാലും നമ്മളെ ബാർ സോപ്പ് കുളിക്കാൻ ഉപയോഗിക്കരുത്. ചില ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് പറഞ്ഞതേ ഉള്ളൂ. നമ്മളെ കൂട്ടത്തിൽ ആരും ഉപയോഗിക്കില്ല, എനിക്ക് ഉറപ്പാ. ഇനി രണ്ടാമത്തത്, നമ്മൾ കുളിക്കാനൊക്കെ നിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ടോയ്ലറ്റ് സോപ്പ് എന്ന് പറയുന്ന സോപ്പാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ടോയ്ലറ്റ് സോപ്പ് എന്ന് പറഞ്ഞാൽ കക്കൂസിൽ ഉപയോഗിക്കുന്ന സോപ്പ് എന്നുള്ള അർത്ഥമല്ല. ടോയ്ലറ്ററി എന്നുള്ള വേർഡിന്റെ ചുരുക്കമാണ്. ചെറുങ്ങനെ ചുരുക്കിയേ ടോയ്ലറ്ററി സോപ്പ് എന്ന് പറയുന്നത് ടോയ്ലറ്റ് സോപ്പ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ടോയ്ലറ്ററി എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം നല്ല സുഗന്ധമുള്ള, നല്ല ക്ലീനിങ് കപ്പാസിറ്റി ഉള്ള എന്നാണ്. സോപ്പ് ഉപയോഗിക്കുന്നതിനാ നമ്മൾ ശരീരം ക്ലീൻ ചെയ്യാനാണ്. അത് ഉപയോഗിക്കുന്ന സമയത്തും നമ്മൾ അതിന്റെ മണവും കൂടെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ സോപ്പൊക്കെ തേച്ച് കുളിച്ച് വന്നാൽ അതൊരു ഉന്മേഷം കിട്ടുന്ന പോലെ തോന്നുകയും വേണം. അതേസമയം നല്ല മണവും നമ്മൾ ആസ്വദിക്കാറുണ്ട്. പക്ഷേ ടോയ്ലറ്റ് സോപ്പിന്റെ ഒരു പ്രത്യേകത, സുഗന്ധമുള്ള ക്ലീനിങ് കപ്പാസിറ്റി ഉള്ള എന്ന് പറയുന്ന സമയത്ത് ക്ലീനിങ്ങിന് വേണ്ടി അതിനകത്ത് കാരം അല്ലെങ്കിൽ ക്ഷാരം അടങ്ങിയിട്ടുണ്ടാവും. കാരത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് സ്കിന്നിന് ഡാമേജ് ഉണ്ടാവും. പക്ഷേ ടോയ്ലറ്റ് സോപ്പിൽ കാരത്തിന്റെ അളവ് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ചതല്ല, തീരെ കുറവല്ല എന്ന് വേണേൽ പറയാം.
ഇനി സുഗന്ധമുള്ള എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് സുഗന്ധത്തിന് വേണ്ടി ചേർക്കുന്നത് പെർഫ്യൂമുകളാണ്, ഒരിക്കലും അതിന്റെ സത്തല്ല, എക്സ്ട്രാക്റ്റുകളല്ല. അപ്പൊ നല്ല സുഗന്ധത്തിന് വേണ്ടിയുള്ള എന്തെങ്കിലും പെർഫ്യൂം അതിനകത്ത് ചേർത്തിട്ടുണ്ടാവും. കാരത്തിന്റെ അളവ് അത്രത്തോളം ഇല്ലാത്ത തരത്തിലേക്കുള്ള കുറച്ച് കാരങ്ങളും അതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇതാണ് ടോയ്ലറ്റ് സോപ്പ് എന്ന് പറയുന്നത്. സാധാരണഗതിക്ക് അതിനകത്ത് ഓയിലുകൾ ചേർക്കുന്നത് പല സമയത്തും മൃഗക്കൊഴുപ്പുകൾ ചേർക്കാം. ഇനി അല്ലെങ്കിൽ അല്ലാത്ത ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള എഡിബിൾ ഓയിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. പാം ഓയിൽ പോലത്തെ സാധനമൊക്കെ ഉപയോഗിക്കും. എന്നാൽ നമ്മൾ സംസാരിക്കുന്നത് ബാത്തിങ് ബാറുകളെ പറ്റിയാണ്. എന്താണ് ബാത്തിങ് ബാറുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാത്തിങ് ബാറുകളിൽ എണ്ണകൾ ഉപയോഗിക്കുന്നത് നാച്ചുറൽ ഓയിലുകളായിരിക്കും. വെളിച്ചെണ്ണ, ഗ്ലിസറിൻ പോലുള്ള കണ്ടന്റുകളൊക്കെ അതിനകത്ത് ഉപയോഗിക്കും. അതേ സമയത്ത് അവിടെയും ബാത്തിങ് ബാറുകളിൽ എക്സ്ട്രാക്റ്റുകൾ ഒന്നും ചേർക്കാറില്ല, മറിച്ച് പെർഫ്യൂം മാത്രമേ ചേർക്കുള്ളൂ. മണത്തിന് വേണ്ടി പെർഫ്യൂം മാത്രമേ ചേർക്കുള്ളൂ. എന്നാൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളുടെ പ്രത്യേകത, അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഓൺ ആൻഡ് ഓൺ ബ്രാൻഡിലുള്ള സോപ്പുകൾ, അല്ലാത്ത ന്യൂ സ്റ്റാർ സോപ്പ് ഉണ്ട്, അതിന് ഞാൻ പറയുന്നില്ല. ഓൺ ആൻഡ് ഓൺ ബ്രാൻഡിലുള്ള സോപ്പുകളുടെ പ്രത്യേകത, അതിനകത്ത് എഡിബിൾ ഓയിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയും ഗ്ലിസറിനൊക്കെയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ അകത്ത് പെർഫ്യൂം അല്പം ഉപയോഗിക്കുമെങ്കിലും അതിനകത്ത് ചേർക്കുന്നത് പ്രധാനമായും ഓരോ സോപ്പിനും അതിന്റെ എക്സ്ട്രാക്റ്റ് ആണ്. അതായത് മഞ്ഞൾ സോപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നതിൽ വാങ്ങുന്നതെങ്കിൽ അതിന്റെ മഞ്ഞളിന്റെ സത്ത് അതിനകത്ത് ചേർത്ത് വെക്കുന്നുണ്ട്, മഞ്ഞൾ എക്സ്ട്രാക്ട് ചേർക്കുന്നുണ്ട്. വേപ്പ് സോപ്പാണെങ്കിൽ, നീം സോപ്പാണെങ്കിൽ നീം എക്സ്ട്രാക്ട് അതിനകത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നമുക്ക് അതിന്റെ എക്സ്ട്രാക്റ്റോട് കൂടിയ നല്ല എണ്ണകളിൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ പോലുള്ള, ഗ്ലിസറിൻ പോലുള്ള നല്ല എണ്ണകൾ മാത്രം ഉപയോഗിച്ച് നല്ല സോപ്പുകളായിട്ടാണ് ലക്ഷറി ബാത്തിങ് ബാർ നമുക്ക് തരുന്നത്. അപ്പൊ ലക്ഷറി ബാത്തിങ് ബാർ ഉപയോഗിക്കലാണ് ഏറ്റവും നല്ലത്, ശരീരത്തിന് നല്ലത്, മെലാനിൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന മോയ്സ്ചറൈസേഷൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഒക്കെ സഹായിക്കുന്ന ഒരു സോപ്പാണ് നമ്മുടെ കയ്യിലുള്ള ഓൺ ആൻഡ് ഓൺ ബ്രാൻഡിലുള്ള സോപ്പ്. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് പല ആളുകളും പണ്ട് മൂക്കുരുവിന് നല്ല ആശ്വാസം കിട്ടിയെന്ന് പറയാൻ കാരണം അത് വേപ്പ് അവിടെ ആക്ട് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. അതേപോലെ തന്നെ വെളിച്ചെണ്ണ ഏറ്റവും നല്ലതാണ്, സ്കിന്ന് പെർഫെക്റ്റ് ആക്കാൻ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ്. ചില ആളുകളൊക്കെ വെന്ത വെളിച്ചെണ്ണയൊക്കെ മുഖത്തൊക്കെ പുരട്ടിയിട്ട് നമ്മൾ കാണാറുണ്ട്. അത് സ്കിന്നിന് വേണ്ടുന്ന എന്താ പറയാ ന്യൂട്രീഷൻസ് അത് സപ്ലൈ ചെയ്യുന്നുണ്ട്. വെളിച്ചെണ്ണ ഏറ്റവും നല്ല ന്യൂട്രീഷൻ ഓയിലാണ്. ഒരിക്കലും വെളിച്ചെണ്ണ മോശക്കാരനല്ല. വെളിച്ചെണ്ണ അകത്തേക്ക് കഴിക്കുന്നത് നല്ലതാണ്. കൂട്ടത്തിൽ പറഞ്ഞു, വെളിച്ചെണ്ണയായിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നില്ല. നല്ല വെളിച്ചെണ്ണ ഒരിക്കലും കൊളസ്ട്രോൾ ഉണ്ടാക്കില്ല, വെറുതെ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല കുറെ കോമ്പിനേഷൻ അടങ്ങിയിട്ടുള്ള നല്ല പ്രൊഡക്റ്റുകൾ കമ്പനി മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഡ്യൂട്ടി, തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മുടെ ഡ്യൂട്ടി, ഏറ്റവും നല്ലത് നമ്മൾ കൈ കിട്ടിയാൽ നമ്മൾ മാത്രം ഉപയോഗിച്ചാൽ മതിയോ? ഞാൻ മാത്രം, എന്റെ ഫാമിലിയിൽ ഞാൻ മാത്രം, എനിക്ക് മാത്രം ഒരു സോപ്പ്, വേറെ ആരും എടുക്കരുത്, ബാക്കിയുള്ളത് നിങ്ങൾ ടൗണിൽ നിന്ന് വാങ്ങുന്ന ഉപയോഗിച്ചോ, അങ്ങനെയാണോ പറയേണ്ടതല്ല. ഞാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിലെ എല്ലാ ആളുകൾക്കും ഞാൻ ഉപയോഗിക്കുന്നതൊക്കെ കൊടുക്കണം. ആദ്യം ഞാൻ നന്നാകുക, എന്റെ ഫാമിലി നന്നാകുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ മാത്രം നന്നാകുന്നത് അത് സ്വാർത്ഥതയാണ്. എന്റെ ഫാമിലി മാത്രം മികച്ചത് കഴിച്ചാൽ മതി, അതും സ്വാർത്ഥതയാണ്. മനുഷ്യൻ സ്വാർത്ഥനാകാൻ പാടില്ല. സ്വാർത്ഥതയ്ക്ക് ഒരിക്കലും ഒരു വാല്യൂ എവിടെയും കിട്ടില്ല. ദൈവത്തിൽ നിന്ന് പോലും നല്ല പ്രതിഫലം കിട്ടണമെങ്കിൽ നിസ്വാർത്ഥനാകുക, പ്രതിഫലം ഇച്ഛിക്കാതെ നമ്മൾ പ്രവർത്തിക്കുക. അങ്ങനെ പ്രതിഫലം ഇച്ഛിക്കാതെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ഗുണം നമുക്ക് ഉണ്ടാകണം. നല്ലത് നല്ലതാണെന്ന് പറയാനുള്ള കരുത്ത് നമുക്ക് ഉണ്ടാകണം. ആ കരുത്ത് നമ്മൾ കാണിക്കേണ്ടത് ലോകം മുഴുവൻ നമുക്ക് കാണിക്കാൻ കഴിയില്ല. അത് ഏറ്റവും നന്നായി കരുത്ത് കാണിക്കാൻ കഴിയുന്നത് എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തിനോടാണ്, എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഫാമിലിയോടാണ്. ഇത് എനിക്ക് കാണിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ മനുഷ്യനാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ബിസിനസ്സുകാരനാണെന്നല്ല ഞാൻ പറയുന്നത്, മനുഷ്യനാണെന്ന് പറയേണ്ട ഒരു അർത്ഥത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പോലും നമ്മൾ നല്ലൊരു മനുഷ്യനാകണമെങ്കിൽ തീർച്ചയായും നമ്മുടെ നല്ല പ്രൊഡക്റ്റുകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സ്വാഭാവികമായും ആ അത്യാവശ്യം നമ്മൾ നിറവേറ്റുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ദൈവം തരുന്ന പ്രതിഫലമായിട്ട് കണ്ടാൽ മതി ഇതിനകത്ത് കിട്ടുന്ന ഏത് വരുമാനവും. അങ്ങനെ നല്ല വരുമാനം ഉണ്ടാക്കാൻ സഹായിക്കുന്ന തരത്തിലേക്ക് നല്ല പ്രൊഡക്റ്റുകൾ നമ്മൾ കയ്യിൽ വെച്ച് തന്നിട്ടുണ്ട്. ഇനിയും നമ്മൾ ഇതിനെ മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ കണ്ണിൽ പോലും, നമ്മളെ ലീഡേഴ്സിന്റെ കണ്ണിലല്ല, നമ്മളെ ഓർഗനൈസേഷന്റെ കണ്ണിലല്ല, നമ്മളെ കമ്പനിയുടെ കണ്ണിലല്ല, ദൈവത്തിന്റെ കണ്ണിൽ പോലും മോശപ്പെട്ടവനായിട്ട് നമ്മൾ ചിത്രീകരിക്കപ്പെടും. അല്ലെങ്കിൽ ആ അർത്ഥത്തിലേക്ക് നമ്മൾ മാറും. അറിയാതെ ഭാവത്തിൽ നടിക്കേണ്ട ആളുകളല്ല നമ്മൾ. ഇതിനെപ്പറ്റി എനിക്ക് നല്ല ബോധമുണ്ടാക്കി തന്ന ആളാണ് നമ്മുടെ ഉമർ ഉസ്താദ്. ഒരിക്കലും എന്നോട് ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം അവസാനം പറഞ്ഞാണ്, സാറേ ഇത് വാജിബാണ്. വാജിബിനെ പറ്റിയൊക്കെ ഉമർ ഉസ്താദ് തന്നെ സംസാരിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോ നമ്മൾ നിർബന്ധമായും കൊടുത്തിരിക്കണം എന്നുള്ള തരത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു.
ഇനി നമ്മൾ ഒരിക്കലും തിരിച്ച് പിന്നോട്ടേക്ക് പോകാൻ പാടില്ല. ഇത് ഏറ്റവും മികച്ച ഔഷധ മൂല്യമുള്ള, നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്ന, നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കുന്ന, എല്ലാ അർത്ഥത്തിലും നമ്മുടെ സമൂഹത്തെ ഏറ്റവും നല്ല ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി തന്നെ ജീവിക്കാൻ സഹായിക്കുന്ന, സാമ്പത്തികമായി നല്ല ഉന്നതിയിലേക്ക് എത്താൻ സഹായിക്കുന്ന തരത്തിലേക്ക് നമുക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട്. ആ അനുഗ്രഹത്തെ നമ്മളായി കുറെ ആളുകളിലേക്ക് എത്തിക്കുക, എല്ലാവർക്കും ജീവിതത്തിൽ സക്സസ് ആകാനുള്ള വഴി കാണിച്ചു കൊടുക്കുക. അങ്ങനെ കാണിച്ചു കൊടുക്കുന്നതിലൂടെ നമ്മളൊക്കെ വലിയൊരു വിലയിലേക്ക് നമ്മൾ എത്തുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഔദാര്യമായി കിട്ടിയതല്ല. നമ്മുടെ പ്രവൃത്തിയുടെ പ്രതിഫലം നമുക്ക് ഭൂമിയിൽ നിന്ന് തന്നെ നമുക്ക് ദൈവം തിരിച്ചു തന്നുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് ഇവിടെയും അനുഭവിക്കാനുണ്ട്, അങ്ങും അനുഭവിക്കാനുണ്ട്. ഇവിടെ അനുഭവിക്കാനുള്ളത് നന്നായിട്ട് അനുഭവിക്കുക മീൻസ് നല്ലത് അനുഭവിക്കുക. അങ്ങനെ എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഈ സെഷൻ, നമ്മുടെ ഒരാഴ്ചയായി നീണ്ടു നിൽക്കുന്ന ഈ സെഷൻ ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വലിയ 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 വിജയങ്ങൾ ആശംസിച്ചുകൊണ്ട് എല്ലാവരും ഉയരങ്ങളിലേക്ക് എത്താൻ ഒന്നിച്ച് ദൈവം സഹായിക്കട്ടെ എന്ന് അനുഗ്രഹം